അമേരിക്കയിൽ കുടിയേറ്റക്കാരായ ട്രക്ക് ഡ്രൈവർമാർ ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നിരീക്ഷണത്തിലാണ്. അനധികൃതമായി അമേരിക്കയിലെത്തി കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ട്രക്ക് ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളെ തുടർന്നാണ് കുടിയേറ്റക്കാരായ ട്രക്ക് ഡ്രൈവർമാരെ ഫെഡറൽ ഏജൻസികൾ നിരീക്ഷിക്കാനുള്ള പ്രധാന കാരണം. അനധികൃത കുടിയേറ്റക്കാർക്ക് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നത് നിരോധിക്കാനുള്ള പുതിയ നിയമം ട്രംപ് ഭരണകൂടം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതിനിടെ അമേരിക്കൻ സംസ്ഥാനമായ വയോമിംഗിൽ മറ്റൊരു കർശന നിയമം സംസ്ഥാന ഭരണകൂടം നടപ്പിലാക്കിയിരിക്കുകയാണ്. വയോമിംഗിൽ കൊമേഴ്ഷ്യൽ ട്രക്കുകൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നിർബന്ധമാക്കിക്കൊണ്ടുള്ള പുതിയ നിയമത്തിൽ ഗവർണർ മാർക്ക് ഗോർഡർ ഒപ്പുവെച്ചു. ഹൗസ് ബിൽ 32 എന്ന് പേരിട്ടിരിക്കുന്ന ഈ നിയമം ഇംഗ്ലീഷ് സംസാരിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ഡ്രൈവർമാരെ തടയാനും അവർക്കെതിരെ നടപടിയെടുക്കാനും ഇനി മുതൽ സംസ്ഥാനത്തെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും അധികാരമുണ്ടാകും. മുൻപ് ഫെഡറൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഹൈവേ പെട്രോൾ ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഈ അധികാരം ഉണ്ടായിരുന്നത്. പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്താനും ഔദ്യോഗിക ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും റോഡ് ചിഹ്നങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും ആവശ്യമായ ഇംഗ്ലീഷ് അറിവ് ഓരോ ഡ്രൈവർമാർക്കും ഉണ്ടായിരിക്കണം എന്നതാണ് ഫെഡറൽ മാനദണ്ഡം. ഈ യോഗ്യത തെളിയിക്കാൻ കഴിയാത്ത ഡ്രൈവർമാർക്ക് പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരും സ്റ്റേറ്റ് ട്രൂപ്പർമാരും പിഴ ചുമത്തും. ആദ്യത്തെ നിയമലംഘനത്തിന് $1000 പിഴയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രാവീണ്യം തെളിയിക്കുന്നതിന് മുൻപ് വീണ്ടും വാഹനം ഓടിച്ചാൽ വീണ്ടും $1000 പിഴയും 90 ദിവസം വരെ തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റവും ചുമത്താൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. റോഡുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയമം നടപ്പിലാക്കുന്നത്. മുമ്പ് നിർത്തിവെച്ചിരുന്ന ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യ മാനദണ്ഡങ്ങൾ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വീണ്ടും കർശനമാക്കിയതിന് പിന്നാലെയാണ് വയോമിംഗിന്റെ ഈ നടപടി. ഇംഗ്ലീഷ് ശരിയായി കൈകാര്യം ചെയ്യാൻ അറിയാത്ത കുടിയേറ്റക്കാരായ ഡ്രൈവർമാർ ഉൾപ്പെട്ട നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നിയമം ഉടനടി പ്രാബല്യത്തിൽ വരുന്നത്. 2025 വയോമിംഗിൽ നടന്ന വാണിജ്യ വാഹന പരിശോധനയിൽ 16,676 ഡ്രൈവർമാരിൽ 676 പേർക്ക് അടിസ്ഥാന ഇംഗ്ലീഷ് അറിവില്ലെന്ന് കണ്ടെത്തിയിരുന്നു. 2025 ഓഗസ്റ്റിൽ ഫ്ലോറിഡയിൽ 3 പേരുടെ മരണത്തിന് കാരണമായ ട്രക്ക് അപകടം ഈ വിഷയത്തിൽ വലിയ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അപകടമുണ്ടാക്കിയ ഡ്രൈവർമാർക്ക് അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനോ ഹൈവേ ബോർഡുകൾ വായിക്കാനോ കഴിഞ്ഞിരുന്നില്ലെന്ന് ഫെഡറൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ നൽകുന്നത് തടയാൻ ഡെലൈല നിയമം എന്ന പേരിൽ പുതിയ നിയമനിർമ്മാണവുമായി US ഭരണകൂടം മുൻപോട്ട് പോവുകയാണ്. 2026 തന്റെ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ പ്രസംഗത്തിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡെലൈല നിയമം എന്ന പേരിൽ പുതിയ നിയമം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. 2024 ജൂണിൽ കാലിഫോർണിയയിൽ നടന്ന ദാരുണമായ ഒരു വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 5 വയസ്സുകാരി ഡെലൈല കോൾമാന്റെ പേരാണ് ഈ നിയമത്തിന് നൽകിയിരിക്കുന്നത്. അനധികൃതമായി അതിർത്തി കടന്ന് അമേരിക്കയിൽ എത്തിയവർക്ക് വാണിജ്യ വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് നൽകുന്നത് ഫെഡറൽ തലത്തിൽ നിരോധിക്കുന്നതാണ് ഈ നിയമം. പല അനധികൃത കുടിയേറ്റക്കാർക്കും അടിസ്ഥാനപരമായ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം പോലും ഇല്ലെന്നും ഇത് റോഡുകളിലെ ട്രാഫിക് ചിഹ്നങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളും മനസ്സിലാക്കുന്നതിന് തടസ്സമാകുന്നുവെന്നും ട്രംപ് തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ നിയമം നടപ്പിലാകുന്നതോടെ വലിയ ട്രക്കുകളും ബസ്സുകളും ഉൾപ്പെടെയുള്ള വാണിജ്യ വാഹനങ്ങൾ ഓടിക്കാൻ അനധികൃത കുടിയേറ്റക്കാർക്ക് അനുമതി നൽകുന്ന സംസ്ഥാനങ്ങളുടെ അധികാരം നഷ്ടമാകും.